ഇന്ന് നമുക്ക് കല്യാണത്തിനൊക്കെ കിട്ടുന്ന പോലത്തെ ഒരു കിടു പൊരിച്ച ബിരിയാണി ഉണ്ടാക്കാട്ടോ, വളരെ എളുപ്പമായിട്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു 10-12 ഉള്ളി ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇനി ഇത് കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുക്കണം. ഇനി ഒരു 6 തക്കാളി നമുക്ക് ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുക്കണം ചെറുതായിട്ട്. നമുക്ക് റൈസിന് വേണ്ടിയിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി ആദ്യം പൊരിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അതിലോട്ട് മുന്തിരി ഇട്ട് കൊടുക്കുക. ആദ്യം കരിയാൻ പാടില്ല. ഇനി കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടി പൊരിച്ചെടുക്കാം. ഇതും മീഡിയം ലെവലിലാണ് ആവാൻ പാടുള്ളൂ, കരിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോവും. ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ഉള്ളി ഉണ്ടല്ലോ, അതിട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കണം. ഗോൾഡൻ കളർ ആവുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് വേവിക്കാം. വല്ലാണ്ട് കരിയാനും പാടില്ല അത്. ഇപ്പം നമ്മുടെ ഉള്ളി ഒരു ഗോൾഡൻ കളറെല്ലാം ആയിട്ടുണ്ട്. ഓറ് കരിയാണ്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചിക്കൻ പൊരിച്ചെടുക്കണം. അതിന് ചിക്കൻ നല്ലപോലെ കഴുകിയെടുക്കാം. ഇനി ആ ചിക്കനിലോട്ട് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. ഉപ്പ് ഓവറാവേണ്ട നോക്കണം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കണം. ഇനി ചിക്കൻ ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടി കുറച്ച് വിനീഗർ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് പനച്ച് കൊടുക്കണം, മസാല എല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടി. എന്നിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഇതിങ്ങനെ വെച്ചതിന് ശേഷം പൊരിച്ചെടുക്കാം. ചിക്കൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. ഒന്ന് മറച്ചിട്ട് കൊടുത്ത് വേവിച്ച് കഴിഞ്ഞാൽ നമ്മളെ ചിക്കൻ നല്ലപോലെ വെന്തിട്ടുണ്ടാവും. നമുക്ക് ഇനി ഇതെടുത്ത് മാറ്റാം. ഏകദേശം ഈ ഒരു കളറൊക്കെ വരും. ഇനി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അത് ഈക്വൽ അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ചതച്ചെടുത്താൽ മതി, അരയ്ക്കണ്ട. അതിനുശേഷം വെളിച്ചെണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. അതിലോട്ട് കുറച്ച് തക്കാളി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചത് അത് ഇട്ട് കൊടുക്കാം. അതൊന്ന് ഇളക്കി കൊടുക്കാം. ആ തക്കാളിയൊക്കെ അതിൽ കിടന്ന് നല്ലപോലെ ഒന്ന് വാടണം. അപ്പം നമ്മൾ തക്കാളിക്ക് ഏതാണ്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കണം. ഇതും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് ഗരം മസാല ഇട്ട് കൊടുക്കണം. ഒരു 2 ടേബിൾ സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്താൽ മതി. ഇനി അതുകൂടി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിതിൽ മഞ്ഞപ്പൊടിയൊന്നും ചേർക്കുന്നില്ല, വെറും ഗരം മസാല മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിടണേ, കാരണം നമ്മൾ നേരത്തെ ചിക്കനിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ ഉള്ളി നേരത്തെ വഴറ്റി വെച്ചത് അതുകൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെ മസാലയും ഉള്ളിയും എല്ലാം നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മളെ പൊരിച്ച് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ഇതും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞ മല്ലിയിലയും പുതിനയിലും ഇട്ട് കൊടുക്കണം.
അതിനുശേഷം നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതൊരു 5 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അതിനുശേഷം നമുക്ക് റൈസ് വെക്കാനുള്ള പരിപാടി വെക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യിട്ട് കൊടുക്കണം നമ്മളെ ചെമ്പിലോട്ട്. അതിനുശേഷം അതിലോട്ട് കുറച്ച് ഗരം മസാലയുടെ പാക്കറ്റ് ഇട്ട് കൊടുക്കണം, കറുവപ്പട്ടയും ഇതെല്ലാം വരുന്നത്. പിന്നെ കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം. അതൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മളെ കഴുകി വെച്ച അരി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്ന രീതിയിൽ തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം. നമ്മൾ 2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങൾ ഉപ്പ് എത്ര വേണം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അടച്ച് വെച്ചൊന്ന് വേവിക്കാം. നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നല്ലപോലെ വെന്ത റൈസ് അതിൻ്റെ മുകളിലോട്ട് ഇതേപോലെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്ക് എല്ലായിടത്തും ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കാം. ആ ചിക്കൻ്റെ മുകളിലൂടെ ഒരേപോലെ പരത്തി കൊടുക്കണം. ഇനി അതിന് മുകളിലോട്ട് നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ചിരുന്ന ഉള്ളിയും മുന്തിരി അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കണം. അതിങ്ങനെ പരത്തി ഇട്ട് കൊടുക്കണം. ഇനി കുറച്ച് മല്ലിയിലയും പുതിനയിലും ചെറുതായിട്ട് അരിഞ്ഞിട്ടും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് അടച്ചു വെച്ച് അതിന് മുകളിൽ ഇതേപോലെ ദമ്മിട്ട് കൊടുക്കണം. അധികം കത്തിക്കാണ്ട് വേണം ചെയ്യാൻ, അങ്ങനെ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മളൊരു 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്നപ്പോൾ കണ്ടൊരു കാഴ്ചയാണത്. നമ്മളെ ബിരിയാണി നല്ലപോലെ വെന്ത് സൂപ്പറായി വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലോട്ട് കുറച്ച് കളറ് ചേർത്ത് കൊടുക്കേണ്ടതാണ്, പക്ഷെ നമ്മൾ കളർ ചേർക്കണില്ല. അതിന് പകരം കുറച്ച് മഞ്ഞപ്പൊടി പാലിൽ കലക്കിയതാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണേ.